നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അഞ്ചരക്കണ്ണി മെഡിക്കൽ കോളേജിൽ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവം വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധിച്ച് അടപ്പിച്ചു. അഞ്ചലിൽ സ്കൂട്ടർ മോഷ്ടാവിനെ പിടികൂടി. കൊട്ടാരക്കര വാളകം അമ്പലക്കര സ്വദേശി അനിയാണ് പിടിയിലായത്. അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശിയുടെ സ്കൂട്ടർ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. പുനലൂർ മുക്കടവ് എലിക്കാട്ടൂർ റോഡിൽ മാലിന്യം നിറയുന്നു. ദുർഗന്ധം മൂലം യാത്രക്കാരും നാട്ടുകാരും ബുദ്ധിമുട്ടുന്നു. പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപമാണ് മാലിന്യം തള്ളുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. അഞ്ചരക്കണ്ണി മെഡിക്കൽ കോളേജിൽ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹർത്താൽ ഭാഗികം. ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. അടൂരിൽ KSRTC ബസ്സുകൾ തടഞ്ഞവരെ പോലീസ് നീക്കം ചെയ്തു. കുണ്ടറയിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്ത് വിവിധ ദളിത് സംഘടനകളുടെയും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമാണ്. മിക്കയിടത്തും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. അടൂരിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലായി പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സമരാനുകൂലികൾ കുണ്ടറ മുളവനയിൽ വാഹനങ്ങൾ തടഞ്ഞു. തുടർന്ന് നഗരത്തിൽ പ്രകടനവും നടത്തി. ചവറയിൽ ഹർത്താൽ ഭാഗികമായിരുന്നു. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലുണ്ടായിരുന്നു. മിക്ക വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ ഇത് നേരിയ സംഘർഷത്തിനും കാരണമായി. ആലപ്പുഴയിൽ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഹർത്താൽ അനുകൂലികൾ ആക്രമിച്ചതായി പരാതി ഉയർന്നു. ഇതിൽ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. രോഹിത് വെമുല നിയമം നടപ്പാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളും ചേർന്നാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ചുട്ടുപൊള്ളുന്ന വേനലിൽ സഹജീവികൾക്കും കാൽനട യാത്രക്കാർക്കും ദാഹമകറ്റാൻ വീടിന് മുന്നിൽ ശീതീകരിച്ച കുടിവെള്ളം നൽകുകയാണ് കുഞ്ഞുമോൻ. കഴിഞ്ഞ 3 വർഷമായി യാത്രക്കാർക്കായി വീടിന് മുന്നിൽ മൺകൂജയിൽ കുടിവെള്ളം നൽകുന്നുണ്ട് ഇദ്ദേഹം. കൊല്ലം വാളത്തുങ്കൽ സ്വദേശിയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഹാഷിം എന്ന കുഞ്ഞുമോൻ. കൊല്ലം വാളത്തുങ്കൽ ഫാത്തിമ മെൻസിലിൽ ഹാഷിം എന്ന് വിളിക്കുന്ന കുഞ്ഞുമോനാണ് കഴിഞ്ഞ 3 വർഷമായി വേനലിൽ യാത്രക്കാർക്ക് ദാഹമകറ്റാനായി വീടിന് മുന്നിൽ മൺകൂജയിൽ ജലം നൽകുന്നത്. മനുഷ്യർക്കു മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും രാവിലെ മുതൽ പല ഭാഗങ്ങളിലും ഇദ്ദേഹം വെള്ളം നിറച്ചു വയ്ക്കും. വീടിന് മുന്നിൽ രാവിലെ 8-ന് മൺകൂജയിൽ തണുപ്പിച്ച വെള്ളം എത്തിക്കും. തീരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നിറച്ചുകൊണ്ടിരിക്കും. ഇത് രാത്രി 8 വരെ നീളും. നേരത്തെ കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു കുഞ്ഞുമോൻ ജോലി ചെയ്തിരുന്നത്. വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ജോലി ചെയ്തപ്പോൾ മുതലുള്ള അനുഭവമാണ് വേനൽക്കാലത്ത് തന്റെ വീടിന് മുന്നിൽ ദാഹിക്കുന്നവർക്കായി വെള്ളം നൽകാനുള്ള തീരുമാനം. ഞാനിവിടെ എല്ലാ വർഷവും ഇവിടെ തണുത്ത വെള്ളം വെക്കാറുണ്ട്. ഈ വർഷം കൂടുതൽ ചൂടാണ്, അതുകൊണ്ട് കൂടെ തണുത്ത വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സംഭരിച്ച് കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ച് വരുന്നവർക്ക് ആവശ്യം പോലെ കുടിക്കാം. തീരുന്നതനുസരിച്ച് വീണ്ടും ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ രാവിലെ 8 മണിക്ക് വെക്കും. 8 മണിക്ക് വെച്ചിട്ട് വീണ്ടും ഉച്ചയ്ക്ക് വീണ്ടും അടുത്ത തണുത്ത വെള്ളം വീണ്ടും സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മളിവിടെ പക്ഷിമൃഗാദികൾക്കും പട്ടി പൂച്ചയ്ക്കും എല്ലാം നമ്മളപ്പുറ സൈഡിൽ പ്രത്യേകം വെള്ളം വെച്ചു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ ഇത്തിരി നമ്മളെ കൊണ്ടുവെക്കുന്ന കണക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴിയാത്രക്കാർക്ക് വേണ്ടിയാണ് ഈ വെള്ളം
നമ്മളിവിടെ വെച്ചിരിക്കുന്നതും അവരുടെ ഇഷ്ടത്തിന് വന്ന് കുടിച്ച് തീരുന്നതിനും ഞാൻ അടുത്തത് കുറേശ്ശെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊരു 3-4 വർഷം കൊണ്ട്. വേനൽ അവസാനിച്ച് മഴ എത്തിയതിനു ശേഷം മാത്രമാകും ഇവിടെ നിന്നും മൺകൂജയും വെള്ളവും എടുത്തു മാറ്റുക. കുഞ്ഞുമോന് സഹായിയായി ഭാര്യ ജുബൈലിയും ഉണ്ടാകും. കുഞ്ഞുമോൻ എന്തെങ്കിലും ആവശ്യത്തിനായി പുറത്തേക്ക് പോകുമ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് ജുബൈലിയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ മുക്കടവ് എലിക്കാട്ടൂർ റോഡിൽ മാലിന്യം നിറയുന്നു. ദുർഗന്ധം മൂലം യാത്രക്കാരും നാട്ടുകാരും ബുദ്ധിമുട്ടുന്നു. പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപം അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും തള്ളുന്നത് പതിവായിരിക്കുകയാണ്. മുക്കടവ് എലിക്കാട്ടൂർ റോഡിൽ പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപമാണ് മാലിന്യ കേന്ദ്രമായി മാറിയത്. അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ഇവിടെ കുന്നുകൂടുന്ന സ്ഥിതിയാണ്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തിക്കുന്ന മാലിന്യം ഇവിടേക്ക് തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ഇതുവഴി മൂക്കുപൊത്താതെ നടക്കാൻ കഴിയില്ലെന്ന് പ്രദേശവാസികളും പറയുന്നു. റോഡരികിലെ താഴ്ന്ന ഭാഗങ്ങളിലും കുറ്റിക്കാടുകളിലുമാണ് മാലിന്യം കുന്നുകൂടുന്നത്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും തള്ളുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളുമാണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നത്. രാത്രിയുടെ മറവിൽ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി തള്ളുന്ന അറവു മാലിന്യങ്ങളാണ് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത്. ഇവ ചീഞ്ഞഴുകി ഉണ്ടാകുന്ന ദുർഗന്ധം കിലോമീറ്ററുകളോളം വ്യാപിക്കുന്നു. മാലിന്യം ഭക്ഷിക്കാനായി എത്തുന്ന തെരുവ് നായ്ക്കളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനട യാത്രികർക്കും ഇത് ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. റോഡരികിൽ തള്ളുന്ന പ്ലാസ്റ്റിക് കവറുകളും അറവു മാലിന്യങ്ങളും കല്ലടയാറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇതോടെ കുടിവെള്ള സ്രോതസ് ഉൾപ്പെടെ മലിനമാകുന്ന സ്ഥിതിയുമുണ്ട്. മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ സ്കൂട്ടർ മോഷ്ടാവിനെ പിടികൂടി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് മോഷ്ടാവിനെ പിടികൂടിയത്. കൊട്ടാരക്കര വാളകം അമ്പലക്കര സ്വദേശി അനിയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ കുരിശുമുക്കിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി ദീപുവിന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. കൊട്ടാരക്കര വാളകം അമ്പലക്കര വാഴവിള നെല്ലിമുകളിൽ വീട്ടിൽ അനിയാണ് സ്കൂട്ടർ മോഷ്ടിച്ചതിന് അറസ്റ്റിലായത്. അഞ്ചൽ കുരിശുമുക്കിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി ദീപുവിന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. കഴിഞ്ഞ 9-നായിരുന്നു സംഭവം. കടയുടെ വശത്ത് വെച്ചിരുന്ന സ്കൂട്ടർ മോഷ്ടിക്കുകയായിരുന്നു. രാത്രി കടയടച്ചതിനു ശേഷം നോക്കുമ്പോഴാണ് സ്കൂട്ടർ കാണാതായ വിവരം ദീപു അറിഞ്ഞത്. CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് സ്കൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം കണ്ടത്. തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ ആയൂരിൽ നിന്നും പിടികൂടിയത്. ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്കൂട്ടർ 8000 രൂപയ്ക്ക് ചടയമംഗലത്തെ ഒരു വർക്ക് ഷോപ്പിൽ വിറ്റതായി അനി പോലീസിനോട് സമ്മതിച്ചു. അഞ്ചൽ പോലീസ് വർക്ക് ഷോപ്പിൽ നിന്നും സ്കൂട്ടർ കണ്ടെടുത്തു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മൊത്ത വ്യാപാരക്കടയുടെ ഷട്ടർ കുത്തി തുറന്ന് 22.5 ലക്ഷം രൂപ കവർന്നു. ചാമക്കട ജില്ലാ ആശുപത്രി റോഡിലെ സ്റ്റെയിൻസ് ട്രേഡിംഗ് എന്ന സുഗന്ധ വ്യാപാര മൊത്തവിൽപ്പനശാലയിലാണ് മോഷണം നടന്നത്. 3 നിലകളിലായി പ്രവർത്തിക്കുന്ന കടയുടെ മുകൾ നിലയിൽ എത്തിയ മോഷ്ടാക്കൾ പിൻഭാഗത്തെ ഷട്ടർ കുത്തി തുറന്നാണ് അകത്ത് കടന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം ചാമക്കടയിലാണ് മൊത്തവ്യാപാരക്കടയുടെ ഷട്ടർ കുത്തി തുറന്ന് 22.5 ലക്ഷം രൂപ കവർന്നത്. ഞായറാഴ്ച പുലർച്ചെ കടയുടെ പിൻഭാഗത്തെ ഷട്ടർ കുത്തി തുറന്ന് 2 പേർ ചേർന്നാണ് മോഷണം നടത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാമക്കട ജില്ലാ ആശുപത്രി റോഡിൽ തങ്കശ്ശേരി സ്വദേശിയായ ജോസ് നടത്തുന്ന സ്റ്റെയിൻസ് ട്രേഡിംഗ് എന്ന സുഗന്ധ വ്യാപാര മൊത്തവിൽപ്പനശാലയിലാണ് മോഷണം നടന്നത്. ഡ്രൈ ഫ്രൂട്ട്സും മധുരപലഹാരങ്ങളും മറ്റുമാണ് ഇവിടെ വിൽക്കുന്നത്. രാവിലെ കട തുറന്നപ്പോൾ പിൻഭാഗത്തെ ഷട്ടർ തുറന്നിരിക്കുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പണം നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്. 3 നിലകളിലായി പ്രവർത്തിക്കുന്ന കടയുടെ മുകൾ നിലയിലെത്തിയ മോഷ്ടാക്കൾ പിൻഭാഗത്തെ ഷട്ടർ കുത്തി തുറന്നാണ് അകത്തു കടന്നത്. ഇവർ അകത്ത് കിടക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് CCTV നശിപ്പിച്ച ശേഷം ഓഫീസ് മുറിയിൽ കയറി പണമെടുക്കുന്ന ദൃശ്യവും പുറത്ത് കടക്കുന്ന ദൃശ്യവും ലഭിച്ചിട്ടുണ്ട്. 4-ാം ശനിയാഴ്ച അവധിയായതിനാൽ ബാങ്കിൽ അടയ്ക്കാനായി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടാക്കൾ കവർന്നത്. ഈസ്റ്റ് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന മോഷ്ടാക്കൾ കടയിലെത്തിയിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മാതൃശിശു പരിചരണ ബ്ലോക്കിന്റെ നിർമ്മാണം നിലച്ചു. കെട്ടിട നിർമ്മാണ ചട്ടം പാലിക്കാതിരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കെട്ടിട ഉപയോഗശൂന്യമായതോടെ ഇവിടെ പാർക്കിംഗ് ഏരിയയായി മാറിയിരിക്കുകയാണ്.
കെട്ടിട നിർമ്മാണ ചട്ടം പാലിക്കാതിരുന്നതാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച മാതൃശിശു പരിചരണ ബ്ലോക്കിന്റെ നിർമ്മാണത്തിൽ തിരിച്ചടിയായത്. പദ്ധതി പാതിവഴിയിൽ വഴിമുട്ടി കെട്ടിടം ഉപയോഗശൂന്യമായതോടെ ഇവിടം ഇരുചക്രവാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറി. നബാർഡിന്റെ സഹായത്തോടെ ആവിഷ്കരിച്ച 8.3 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഉദ്യോഗസ്ഥ ഭരണതലത്തിലെ കെടുകാര്യസ്ഥത വില്ലനായത്. അടിസ്ഥാന നിർമ്മാണ ചട്ടങ്ങൾ പോലും പാലിക്കാത്തതിനാൽ കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ചില്ല. ഇതുകാരണം ആദ്യഘട്ടം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ പദ്ധതി പ്രതിസന്ധിയിലാവുകയായിരുന്നു. സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി ഉറപ്പാക്കി നിർമ്മാണം പൂർത്തിയാക്കാനും ഉദ്യോഗസ്ഥരുടെ വീഴ്ച മറച്ചുവെക്കാനും രാഷ്ട്രീയ നേതൃത്വം തിരക്കിട്ടിടപെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സമായി. ആവശ്യമായ സൗകര്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ 5 നിലകളിലായി മാതൃശിശു പരിചരണ ബ്ലോക്ക് ഒരുക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ 3.3 കോടി രൂപയാണ് അനുവദിച്ചത്. എന്നാൽ 5 വർഷത്തിനിടെ ഫൗണ്ടേഷനും താഴത്തെ നിലയും മുകളിലത്തെ നിലകൾക്കായി തൂണുകളും മാത്രമാണ് നിർമ്മിക്കാനായത്. അടുത്ത ഘട്ടമായി നബാർഡിന്റെ സഹായത്തോടെ 6 കോടി രൂപ പദ്ധതിയിൽ കരാർ നൽകണം. ഇതിനുള്ള നീക്കം ആരംഭിച്ചപ്പോഴാണ് ആദ്യഘട്ട നിർമ്മാണത്തിലെ പാകപ്പിഴ മറനീക്കിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. 500-ന്റെ കള്ളനോട്ട് വ്യാപകമാകുന്നു. ചക്കുവള്ളി ശൂരനാട് മേഖലയിലാണ് കള്ളനോട്ട് വ്യാപകമായിട്ടുള്ളത്. സംഭവത്തിൽ 2 പേരെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു. ചക്കുവള്ളി ശൂരനാട് മേഖലകളിലാണ് 500-ന്റെ കള്ളനോട്ട് വ്യാപകമായത്. സംഭവത്തിൽ 2 പേരെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു. പോരുവഴി കമ്പലടി സ്വദേശികളായ പുത്തൻവിള കിഴക്കതിൽ മുഹമ്മദ് ഷാൻ, അൻസൽ മൻസിലിൽ അൻസൽ എന്നിവരെയാണ് ചവറ പോലീസ് അറസ്റ്റ് ചെയ്തത്. കള്ളനോട്ട് വ്യാപകമാകുന്ന സംഭവത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊട്ടിയം വാട്ടർ അതോറിറ്റി ഓഫീസും അസിസ്റ്റന്റ് എഞ്ചിനീയറെയും ഉപരോധിച്ചു. UDFന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. വെള്ളം ഞങ്ങൾക്ക് തന്നേ തീരൂ. ഈ സമരം സൂചനയാണ്. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട UDF പ്രതിനിധികളും പ്രവർത്തകരും കൊട്ടിയം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. അസിസ്റ്റന്റ് എഞ്ചിനീയറെയും ഉപരോധിച്ചു. 2 PVC ഒരു AC. ഞാൻ നിരവധി പ്രാവശ്യം ഇവിടെ പരാതി പറഞ്ഞു. കൊല്ലത്ത് എടുത്ത് പരാതി പറഞ്ഞു. അപ്പൊ ഇവര് പറയുന്നത് 3 ലൈനിലൂടെ പോകുമ്പോൾ വെള്ളം എല്ലാവരും കിട്ടത്തില്ല. ആകെ കിട്ടുന്ന പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഒരു 2 കുടം വെള്ളം. ഒരു ഗുണഭോക്താവിന് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കിട്ടണം? രാവിലെ തൊട്ട് ഒരു ഉച്ചവരെയും കിട്ടണ്ടേ? അങ്ങനെ കിട്ടുന്നില്ല. ആ ലൈനൊന്ന് മാറ്റി, ആ AC മാറ്റി PVC ആക്കാൻ പറഞ്ഞു. ഇവരുടെ ഫണ്ടില്ലാന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ വാൾവ് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വാൾവ് വെക്കണമെങ്കിൽ 3 ലൈൻ കിടക്കുന്നതിന്റെ ബില്ല് പറ്റത്തില്ല. ഒറ്റ ലൈനിലോട്ട് പോകണം. ഒറ്റ ലൈനിലോട്ട് പോകണമെങ്കിൽ ഒരു ഗുണഭോക്താവിന് 4000 രൂപ. അപ്പൊ 4000 ഗുണഭോക്താവിന്റെ ഇല്ല. അപ്പൊ 1000 രൂപ വെച്ചെങ്കിലും അപ്പൊ ഞാൻ പഞ്ചായത്തിലെ അറിയിപ്പിച്ച് വാട്ടർ അതോറിറ്റിയിൽ അറിയിപ്പിച്ചു. അപ്പൊ ഇതിനൊരു പരിഹാരം കാണുന്നത് ഒറ്റ ലൈൻ ആയിക്കൊണ്ട് ഒറ്റ ലൈനിൽ ടാങ്ക് തുറന്നുവിട്ട് ഞങ്ങൾ ഭാഗത്ത് വെള്ളം തരുവാനും അതുപോലെ ഒരു വാൾവ് വെച്ച് ക്രമീകരിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ എല്ലാവർക്കും നിരവധി പേർക്ക് ഞാൻ പരാതി കൊടുത്താണ്. പഞ്ചായത്തിൽ പറഞ്ഞാണ്, എക്ക് പരാതി കൊടുത്താണ്, ഇവിടെ കൊല്ലത്ത് AX പരാതി കൊടുത്താണ്. അപ്പൊ അതിനൂടെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ഷെഫീഖ് ചെന്താപ്പൂര്, പ്രവീൺ രാജ് കണ്ണനെല്ലൂർ, അലിയാര് കൂട്ടിക്കർ, സുൽഫിക്കർ, കണ്ണനെല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. DHRM കേരള പിറവിദിന സന്ദേശ മഹോത്സവം സംഘടിപ്പിക്കുന്നു. 30-ന് കൊട്ടാരക്കരയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനാഘോഷങ്ങളുടെ സമാപനവും സംഘടനാ സ്ഥാപകൻ തത്വണ്ണന്റെ ജന്മദിനാഘോഷവുമാണ് പിറവിദിന സന്ദേശ മഹോത്സവമായി സംഘടിപ്പിക്കുന്നത്. കൊട്ടാരക്കരയിലെ അണ്ണാ DHRM പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് DHRM കേരളയുടെ പിറവിദിന മഹോത്സവം 30-ന് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബു അധ്യക്ഷത വഹിക്കും. രേഷ്മ കരിവേടകം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബാബാ സാഹേബ് സ്കോളർഷിപ്പ് വിതരണം നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റ് അംഗം പ്രവീൺ കലക്കോട് നിർവഹിക്കും. കൊട്ടാരക്കര നഗരസഭാ അംഗം തോമസ് മാത്യു, ആദിവാസി സംരക്ഷണ സംഘം പ്രസിഡന്റ് മാരിയപ്പൻ നീലിപ്പാറ, സാമൂഹ്യ പ്രവർത്തകൻ VM മാർസൻ, സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സിന്ധു പത്തനാപുരം, ഷൺമുഖൻ പരവൂർ, ജോയിന്റ് സെക്രട്ടറിമാരായ ഉദയൻ പൂതക്കുളം, രതി കുണ്ടറ, ശിവകാമി സുമേഷ്, ഗീതാഞ്ജലി അനിൽ, കൃഷ്ണദാസ് പട്ടാമ്പി, സത്യനേശൻ എറണാകുളം,
വിനത ചക്കുവള്ളി, ബൈജു പത്തനാപുരം, സുരേഷ് കുടുമൺ എന്നിവർ പങ്കെടുക്കും. സംഘടനയായ DHRM കേരള, നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ബാബാ സാഹേബ് അംബേദ്കറുടെ 135ാമത് ജന്മദിന ആഘോഷങ്ങളുടെ സമാപനം, സംഘടനയുടെ സ്ഥാപകൻ തത്വണ്ണന്റെ 58ാമത് ജന്മദിനാഘോഷവും DHRM പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ഭീംകട്ടിൽ ഏപ്രിൽ 30 ആഘോഷിക്കുകയാണ്. അതോടൊപ്പം ഈ ആഘോഷങ്ങളുടെ ഭാഗമായി 4 മണിക്ക് DHRM കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബുവിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സാംസ്കാരിക സമ്മേളനം DHRM പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവ് കൊല്ലം ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ സാധാരണക്കാരായ വീടുകളിൽ പല കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങിപ്പോയ കുട്ടികളെ അവരുടെ ഉന്നത വിദ്യാഭ്യാസം അടക്കം ഏറ്റെടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 വർഷമായി സംഘടന നടത്തിവരുന്ന ബാബാ സാഹേബ് സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടനം നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിന്റെ മെമ്പർ പ്രവീൺ കലക്കോട് നിർവഹിക്കും. ജാതി വിവേചനത്തിനെതിരെയും സാമൂഹിക സമത്വത്തിനായുള്ള സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പ്രഭാഷണങ്ങളും ചർച്ചകളും പരിപാടിയിൽ നടക്കുമെന്ന് സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബു, സംസ്ഥാന സെക്രട്ടറി ബൈജു പത്തനാപുരം, സംസ്ഥാന ട്രഷറർ സുരേഷ് കൊടുമൺ, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സിന്ധു പത്തനാപുരം, ഷൺമുഖൻ പരവൂർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കല്ലട പരപ്പാർ അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ വേനൽ മഴ ലഭിക്കാത്തതും പോഷക നദികൾ വരൾച്ചയുടെ പിടിയിലായതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. നിലവിൽ 98.46 മീറ്ററാണ് ജലനിരപ്പ്. ജലസേചന വകുപ്പിന്റെ കല്ലട പരപ്പാർ അണക്കെട്ടിലാണ് കടുത്ത വരൾച്ചയെ തുടർന്ന് ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ വേനൽ മഴ ആവശ്യത്തിനു ലഭിക്കാത്തതും പോഷക നദികൾ വരൾച്ചയുടെ പിടിയിലായതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. 115.82 മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിലെ ഇന്നലത്തെ ജലനിരപ്പ് 98.46 മീറ്ററാണ്. കഴിഞ്ഞ 13-ന് അണക്കെട്ടിലെ ജലനിരപ്പ് 100.54 മീറ്റർ ആയിരുന്നു. 95 മീറ്ററിന് താഴേക്ക് ജലനിരപ്പ് എത്തിയാൽ KIPയുടെ കനാൽ ജലസേചനവും KSEB പവർ ഹൗസിലെ വൈദ്യുതോൽപാദനവും പ്രതിസന്ധിയിലാകും. അണക്കെട്ടിന്റെ സംഭരണശേഷിയുടെ 34% വെള്ളം മാത്രമാണ് നിലവിലുള്ളത്. കല്ലട പവർ ഹൗസിലെ വൈദ്യുതോൽപാദനത്തിന് ശേഷം ഒറ്റക്കൽ തടയണയിൽ നിന്ന് ഇടത് വലതുകര കനാലുകളിലൂടെ ജലസേചനത്തിന് പൂർണ്ണതോതിൽ വെള്ളം ഒഴുക്കുന്നുണ്ട്. സെക്കൻഡിൽ 12.47 മീറ്റർ ക്യൂബ് വെള്ളമാണ് വൈദ്യുതോൽപാദനത്തിന് തുറന്നുവിടുന്നത്. കനാലുകളിൽ 2.5 മീറ്റർ ഉയരത്തിലാണ് വെള്ളം ഒഴുക്കിവിടുന്നത്. ഇതും അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നതിന് കാരണമാണ്. പവർ ഹൗസിൽ ഒരു ജനറേറ്റർ മാത്രമാണ് പീക്ക് ടൈമിൽ പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന് അറ്റകുറ്റപ്പണി നടത്താൻ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. വെള്ളം കുറയുന്നുണ്ടെങ്കിലും അണക്കെട്ടിന്റെ പള്ളംവെട്ടി തടാകത്തിലുള്ള തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയുടെ കുട്ടവഞ്ചി സവാരിക്കുൾപ്പെടെ തടസ്സമില്ല. വെള്ളമില്ലെന്ന കാരണത്താൽ പള്ളംവെട്ടിയിലെ ശുചിമുറികൾ പൂട്ടിയതിനാൽ സഞ്ചാരികൾ ദുരിതത്തിലായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. 39ാമത്തെ വയസ്സിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്യുമ്പോൾ അത് നദിയയുടെ പോരാട്ടത്തിന്റെ വിജയമാവുകയാണ്. 16ാം വയസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. തുടർന്ന് വിവാഹ ജീവിതം, 3 മക്കളുടെ അമ്മയായി. തുടർന്നാണ് സാക്ഷരതാ മിഷൻ തുല്യതാ കോഴ്സുകളെക്കുറിച്ച് അറിഞ്ഞ് +1 ചേർന്നത്. 75% മാർക്കോടെ +2 പാസ്സായി. തുടർന്ന് BCom LLB പാസ്സായി. ഇപ്പോൾ അഭിഭാഷകയായി എൻറോൾ ചെയ്തു. പുനലൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ഇപ്പോൾ നദിയ. പ്രളവുമായി യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷയിലൂടെ +1 +2 എഴുതുകയും അതിൽ 75-80% വിജയം നേടിയതിനു ശേഷം BCom LLBക്ക് പ്രവേശിക്കുകയും അതിലിപ്പോൾ എൻറോൾ ചെയ്ത് പുനലൂർ കോടതിയിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് നദിയ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. അഞ്ചൽ പത്തടി സ്വദേശിനിയാണ് നദിയ. 16ാം വയസ്സിൽ പഠനം നിലച്ച് പിന്നീട് കുടുംബജീവിതത്തിലേക്ക് തിരിയേണ്ടി വന്നു. ഇപ്പോൾ 39ാമത്തെ വയസ്സിൽ അഭിഭാഷകയായി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തിരിക്കുന്നു. നദിയുടെ ജീവിതത്തിലെ വലിയ പോരാട്ടത്തിന്റെ വിജയമാണിത്. നാടിനും കുടുംബത്തിനും ആകമാനം മാതൃകയായിരിക്കുകയാണ് ഈ യുവതി. 16ാം വയസ്സിൽ പഠനം നിർത്തിയതോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ടി വന്നത്. പിന്നീട് 3 മക്കളുടെ അമ്മയായി. അങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് 2018-ൽ സംസ്ഥാന സർക്കാരിൻ്റെ സാക്ഷരതാ മിഷൻ തുല്യതാ കോഴ്സുകളുടെ ഭാഗമായി +1 കോഴ്സിന് ചേർന്നത്. 2019-ൽ 75% മാർക്കോടെ +2 പാസ്സായി. അഭിഭാഷകയാകണമെന്നതായിരുന്നു ജീവിത ലക്ഷ്യം. പിന്നീട് BCom പഠനം, LLBയും പാസ്സായി. തുടർന്ന് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തു. കഠിന അധ്വാനത്തിലൂടെയുള്ള നദിയുടെ വിജയം
പലർക്കും ഒരു മാതൃക കൂടിയാണ്. 16 വയസ്സിൽ എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കണ്ട ഒരു കാര്യമേ അല്ല. കല്യാണം കഴിഞ്ഞു, 3 മക്കളായി, വീടിനകത്ത് ഒതുങ്ങിക്കൂടി പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു പോയൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ലൈഫ് പഠിപ്പിച്ചതാണ് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെന്നും എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്നൊക്കെ എൻ്റെ ലൈഫാണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെയാണ് ഞാൻ 31-ാമത്തെ വയസ്സിൽ സാക്ഷരതാ മിഷൻ വഴിയാണ് ഞാൻ +2 പഠിക്കുന്നത്. അതിവിടെ വെച്ച് എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സുകളിനെ കിട്ടി. അങ്ങനെ +2 പഠിച്ചു. 72% മാർക്ക് മേടിച്ചാണ് ഞാൻ +2 സാക്ഷരതാ മിഷൻ പാസ്സാവുന്നത്. അങ്ങനെ എൻ്റെ നസീമാത്താണ് എന്നെ LLBയിലേക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് വിട്ടത്. നീ LLB എടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ തള്ളി വിട്ടത് അവരാണ്. അങ്ങനെയാണ് ആ ഒരു സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് കയറുന്നത്. നിലവിൽ പുനലൂർ കോടതിയിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുകയാണ് നദിയ. എയർപോർട്ട് മാനേജ്മെന്റിന് പഠിക്കുന്ന ഷഹനാസും +2 പഠിക്കുന്ന അജ്മലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന റിംസിയുമാണ് നദിയുടെ മക്കൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. SSF സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി 29-ന് കൊല്ലം ജില്ലയിലെ 7 ഡിവിഷനുകളിൽ ഗ്രാറ്റിറ്റ്യൂഡ് അസംബ്ലികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾ ആസ്വദിച്ച വെളിച്ചം എന്ന പ്രമേയത്തിലാണ് അസംബ്ലി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി SSF സ്ഥാപക ദിനമായ 29-ന് കൊല്ലം ജില്ലയിലെ 7 ഡിവിഷനുകളിൽ വിദ്യാർത്ഥികൾ ആസ്വദിച്ച വെളിച്ചം എന്ന പ്രമേയത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് അസംബ്ലികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് അറിയിച്ചു. ഏപ്രിൽ 29-നാണ് SSF സ്ഥാപിതമായത്. ഈ പ്രാവശ്യം നടക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് അസംബ്ലി സമസ്ത സെന്റിനറിയുടെ ഭാഗമായാണ് സംഘടിപ്പിക്കുന്നത്. ഷെഹന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്ത അതിൻ്റെ 100ാം വാർഷികം 2027 ജനുവരി 28 മുതൽ 31 വരെ മലപ്പുറത്ത് വെച്ച് സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ സന്ദേശം കൂടി അറിയിക്കുന്ന ഒരു വിപുലമായ പരിപാടിയാണ് 7 ഡിവിഷനുകളിൽ നടക്കുക. പരിപാടിയുടെ സംഘാടനം ഡിവിഷൻ കമ്മിറ്റികളാണ് നടത്തുന്നത്. പ്രോഗ്രാമിൻ്റെ അറിയിപ്പിന് വേണ്ടി ജില്ലാ PR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ജില്ലയുടെ ഒരറിയിപ്പ് എന്ന നിലയ്ക്ക് ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. SSFനെ സംബന്ധിച്ച് സമസ്ത എന്ന പ്രസ്ഥാനം വിദ്യാർത്ഥികൾക്ക് ധാരാളം തണലൊരുക്കുകയും ധാർമ്മികമായി രാഷ്ട്രീയമായി പ്രബുദ്ധതയുള്ള ഒരു വലിയ വിദ്യാർത്ഥി സംഘത്തെ ഇവിടെ വാർത്തെടുക്കുകയും ചെയ്തത്. സമസ്ത പണ്ഡിതരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ജില്ലയിലുടനീളം ഗ്രാറ്റിറ്റ്യൂഡ് അസംബ്ലികൾ ക്രമീകരിച്ചിട്ടുള്ളത്. അടുത്ത വർഷം ജനുവരി 28 മുതൽ 31 വരെ മലപ്പുറത്ത് നടക്കുന്ന സമസ്ത സെന്റിനറി കോൺഫറൻസിന്റെ മുന്നോടിയായി സംഘടിപ്പിക്കപ്പെടുന്ന വിപുലമായ പരിപാടികളുടെ ഭാഗമായാണ് അസംബ്ലികൾ നടക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF സംസ്ഥാന ജില്ലാ നേതാക്കൾ 7 ഡിവിഷനുകളിലായി നടക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് അസംബ്ലികളിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് റാഷിദ് ജൗഹരി കൊട്ടുകാട്, ജില്ലാ സെക്രട്ടറിമാരായ ഫൈസൽ ജൗഹരി, ഹാമിദ് സാദി, തൗഫീഖ് അരിക്കോട്, സുധീർ ഖാൻ കുളപ്പാടം എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചരക്കണ്ണി മെഡിക്കൽ കോളേജിൽ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവം വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധിച്ച് അടപ്പിച്ചു. അഞ്ചലിൽ സ്കൂട്ടർ മോഷ്ടാവിനെ പിടികൂടി. കൊട്ടാരക്കര വാളകം അമ്പലക്കര സ്വദേശി അനിയാണ് പിടിയിലായത്. അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശിയുടെ സ്കൂട്ടർ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. പുനലൂർ മുക്കടവ് എലിക്കാട്ടൂർ റോഡിൽ മാലിന്യം നിറയുന്നു. ദുർഗന്ധം മൂലം യാത്രക്കാരും നാട്ടുകാരും ബുദ്ധിമുട്ടുന്നു. പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപമാണ് മാലിന്യം തള്ളുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.